എൻ്റെ പേര് ജെന്നി. ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ മാർച്ച് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന്, അതിനു മുമ്പ് ഉടമ്പടി പുതുക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരിയിലായിരുന്നു. പുതുക്കാൻ വീണ്ടും വന്ന് ഞാൻ ജനുവരിയിൽ പുതുക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി പിന്നെ 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നത് മാർച്ചിലായിരുന്നു. മാർച്ചിൽ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ അപ്പോഴും എൻ്റെ വീട്ടിൽ വളരെയധികം തടസ്സങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര തടസ്സങ്ങളായിരുന്നു, ഒന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ മാർച്ചിൽ പുതുക്കാൻ പുതുക്കി ഞാൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് വീണ്ടും ഞാൻ ഈ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു കൊന്ത വേണം മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതും ചോദിച്ച് ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബസ് മാറിപ്പോയി കയറിയത്. വൈറ്റില വണ്ടിയിൽ കയറി. എനിക്ക് തോപ്പുംപടി വണ്ടിയാണ് കയറേണ്ടത്, പക്ഷേ വൈറ്റില വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ 3ാമത്തെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. 3ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എറണാകുളം വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു സീറ്റിൽ മാത്രം ഒരു സ്ത്രീ ഇരിക്കണം. ഞാൻ അങ്ങനെ തന്നെ അവിടെ പോയി ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടായിരുന്നു. പത്രം ഞാൻ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത്, ബസ്സിൽ എല്ലാവർക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ അടുത്തിരുന്ന് വെച്ച സ്ത്രീക്കും ഞാൻ കൊടുത്ത് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, നീ അവിടെ നിന്നിട്ട് ഒരു കൊന്ത എന്നോട് ചോദിച്ചില്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ആ ചോദിച്ച് എന്നും പറഞ്ഞ് എനിക്ക് തന്ന കൊന്തയാണിത് മാതാവ്. അങ്ങനെ ഈ കൊന്ത എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, കൃപാസനത്തിൽ നിന്ന്. ഞാനും അവിടെ നിന്ന് തന്നെയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി അന്ന് വൈകുന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്തു. ഇപ്പോഴെൻ്റെ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും മാറി വളരെയധികം സമാധാനവും എല്ലാ കാര്യവും നടന്നു കിട്ടുന്നുണ്ട്. ഇരുന്ന സ്ത്രീയുടെ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്? നീല ഉടുപ്പായിരുന്നു, കരിനീല ഉടുപ്പ്, ഫുൾ കൈ, വെള്ളത്തട്ടം ഒക്കെ. എന്നിട്ട് എന്നോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, എന്നിട്ട് എനിക്ക് ക്ഷയിക്കാൻ തന്നു. എന്നിട്ട് നീ എവിടെയാണ് ഇറങ്ങണേന്നൊക്കെ ചോദിച്ച് ഞാൻ എല്ലാം പറഞ്ഞു.